വയനാട്ടിൽ വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ ബി.ജെ.പി. ഭക്ഷ്യക്കിറ്റുകൾ തയ്യാറാക്കി എന്ന ആരോപണം. മാനന്തവാടി കെല്ലൂർ 5-ാം മൈലിലെ സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ സംഘർഷാവസ്ഥ. കൽപ്പറ്റ മേപ്പാടി റോഡിലെ ഗോഡൌണിൽ ഫ്ലൈയിംഗ് സ്ക്വാഡിന്റെ പരിശോധന നടക്കുന്നു. നേരത്തെ സുൽത്താൻ ബത്തേരിയിൽ 1500 കിറ്റുകൾ പോലീസ് പിടികൂടിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് 600 കിറ്റുകൾ ഇവിടുന്ന് ബി.ജെ.പിയുടെ പ്രവർത്തകന്മാർ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞു. 238 രൂപ വില വരുന്ന കിറ്റ് ആ വാഹനത്തിൽ കൊള്ളാത്തത് കൊണ്ട് 600 കിറ്റിന്റെ കുറച്ച് കിറ്റുകൾ ഇവിടെ ബാക്കിയുണ്ട്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഇത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണം? ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ സുർജിത്ത്? ഉന്മേഷ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം സമാപിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നിരിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കിറ്റുമായി ബന്ധപ്പെട്ടാണ്. ചില കിറ്റുകൾ ചിലയിടങ്ങളിൽ തയ്യാറാക്കി വെച്ചിരുന്നു, ചിലയിടങ്ങളിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ആരോപണം. ഇത് ബി.ജെ.പിക്ക് വേണ്ടി തയ്യാറാക്കിയ കിറ്റുകൾ എന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൽപ്പറ്റയാണ്. കൽപ്പറ്റയിലെ മേപ്പാടി റോഡിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ സമാനമായ രീതിയിൽ തന്നെ കിറ്റുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്നുള്ള ആക്ഷേപമാണ് UDF പ്രവർത്തകർ ഉയർത്തുന്നത്. സമാനമായ രീതിയിൽ തന്നെ സുൽത്താൻ ബത്തേരിയിൽ ഇതുപോലെ തന്നെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബത്തേരിയിലെ മൊത്ത വിതരണ സ്ഥാപനത്തിൽ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകൾ കണ്ടെത്തി. പഞ്ചസാര, ബിസ്ക്കറ്റ്, അതോടൊപ്പം തന്നെ റസ്ക്, ചായപ്പൊടി, വെളിച്ചെണ്ണ, സോപ്പ് പൊടി, കുളിസോപ്പ് എന്നിവ അടങ്ങിയ കിറ്റുകളാണ്. അതോടൊപ്പം തന്നെ 33ഓളം കിറ്റുകൾ. ഈ കിറ്റുകളിൽ അടക്കയും അതോടൊപ്പം തന്നെ വെറ്റിലയും ഉൾപ്പെടെയുള്ള ഈ മുറുക്കാൻ സാധനങ്ങൾ ഉൾപ്പെടുന്ന, പുകലയും ഉൾപ്പെടുന്ന അത്തരത്തിലുള്ള കിറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ LDF-ഉം UDF-ഉം പ്രധാനമായി ആരോപിക്കുന്നത് ഇത് ബി.ജെ.പിക്ക് വേണ്ടി തയ്യാറാക്കിയ കിറ്റുകളാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇതിൽ 470ഓളം കിറ്റുകൾ വിതരണം ചെയ്തതായി കണ്ടെത്തലും ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുകയാണ്. ഇവിടെ മാത്രമല്ല, മാനന്തവാടിയിലും സമാനമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ കിറ്റുകൾ, അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം LDF, UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. 5-ാം മൈലിലെ സൂപ്പർ മാർക്കറ്റിന് മുന്നിലുമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവും ഒപ്പം തന്നെ സംഘർഷാവസ്ഥയും ഉള്ളത്. ഇപ്പോൾ TC MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇപ്പോൾ തന്നെ നമുക്ക് തടിച്ചുകൂടി നിൽക്കുന്നത് കാണാം. എന്താണ് ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. എന്താണ് നിങ്ങളുടെ ആക്ഷേപം, ആരോപണം? വോട്ടിന് പകരം കിറ്റും അതുപോലെ വളരെ മോശമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയാണ്. കിറ്റ് മാത്രമല്ല കോളനികളിൽ കൊടുക്കുന്നത്, അതിൻ്റെ കൂടെ തന്നെ മദ്യം കൊടുക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു ആക്ഷേപം കൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കോളനികളിലെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്ത് വോട്ട് സമാഹരിക്കുക എന്നുള്ള ഒരു ലൈൻ ബി.ജെ.പി. എടുത്തിരിക്കുകയാണ്. അപ്പോൾ ബി.ജെ.പി. ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ കൂടുതൽ വോട്ട് പിടിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ദയനീയമായ പരാജയം ഉറപ്പു വന്നപ്പോൾ ആ പരാജയത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടി വളരെ മോശമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനത്തിൻ്റെ, നഗ്നമായ ലംഘനത്തിൻ്റെ സമീപനം സ്വീകരിച്ച് ബി.ജെ.പി. സ്ഥാനാർത്ഥി ഇവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഗൗരവതരമാണ്. ഇലക്ഷൻ കമ്മീഷനെ വിവരം അറിയിച്ചു, അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പരിശോധനകൾ, CCTV പരിശോധന നടന്നു. ആ പരിശോധനയിൽ കാര്യങ്ങൾ കുറെ കൂടെ കൊണ്ടുപോയ വണ്ടി, ആളുകൾ, ഇതൊക്കെ വ്യക്തമാകുന്നുണ്ട്. ഒരു ലോഡ് സാധനം ഇവിടെ നിന്ന് പോയത് പൊഴുതന പഞ്ചായത്തിലെ അത്തിമൂല ഭാഗത്തുള്ള കോളനിയിലേക്കാണ് പോയിട്ടുള്ളത്. അതും ഞങ്ങൾക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. മറ്റുള്ളിടത്തേക്ക് പോയത് 1-2 വിവരങ്ങൾ ഞങ്ങൾക്ക് പൂർണ്ണതയില്ലാത്തതുകൊണ്ട് പുറത്തു പറയാതിരിക്കുകയാണ്. ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ബി.ജെ.പി. എന്നുള്ള ആരോപണം എങ്ങനെയാണ് വരുന്നത്? ബി.ജെ.പി. എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തവുമാണ്. ഇവിടെ ഈ സാധനം വാങ്ങുന്നതിന് വേണ്ടി, ഈ കിറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇവിടെ ബന്ധപ്പെട്ടത് ബി.ജെ.പിയുടെ പ്രാദേശികമായിട്ടുള്ള പ്രമുഖ നേതാക്കന്മാരാണ്. ഞങ്ങൾ അവരുടെ നമ്പർ, ഞങ്ങൾക്കറിയാം, അവരുടെ നമ്പർ ഞങ്ങൾക്കറിയാം. ഇവിടെ വന്നിരിക്കുന്ന കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചുള്ള വ്യക്തതയുണ്ട്. ഞങ്ങൾ വളരെ കൃത്യവും ആധികാരികവുമായിട്ടുള്ളതായിരിക്കുന്ന അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. മാനന്തവാടി നഹദ മാർക്കറ്റിൽ അവിടെ ഓർഡർ കൊടുത്തതായിരിക്കുന്ന വ്യക്തിയുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ആ വ്യക്തിയുടെ പേരെൻ്റെ കയ്യിലുണ്ട്. ഇവിടെ ഷാലിമാറിൽ ബുക്ക് ചെയ്തിരിക്കുന്ന, ആവശ്യപ്പെട്ടതായിരിക്കുന്ന ഈ കിറ്റ് കൊടുക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ പേരും കോണ്ടാക്ട് നമ്പറും എൻ്റെ കയ്യിൽ. ഇതെല്ലാം ബി.ജെ.പിയുടെ പ്രമുഖരായിരിക്കുന്ന പ്രാദേശിക നേതാക്കന്മാരാണ്. പഞ്ചായത്തിൽ മത്സരിച്ചവരുണ്ട്, മറ്റുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. അവരൊക്കെ ഫേസ്ബുക്കിൽ വളരെ സജീവ പ്രവർത്തകന്മാരാണ്. ബി.ജെ.പിയുടെ ആക്ടിവിസ്റ്റ്, സജീവ പ്രവർത്തകരുടെ നേതാക്കന്മാരാണ്. ഇവരൊക്കെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിരിക്കണേ.
അതിലപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത് സുരേന്ദ്രന് വേണ്ടിയാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ പരാജയം ഒന്നും ഉറപ്പായി, ദയനീയമായ പരാജയമാണ്. അതിൽ നിന്ന് കരകയറാൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പണം കുറേ എണ്ണമുണ്ട്. അദാനിയുടെ അംബാനി കുറേ ആളുകളുടെ പണമുണ്ടല്ലോ, അഴിമതിയുടെ പണമുണ്ട്. ആ പണം മുഴുവൻ ഈ പാവപ്പെട്ടതായിരിക്കുന്ന ജനങ്ങൾക്ക് മദ്യവും അതുപോലെ ഇതുപോലെയുള്ളതായിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ കിറ്റ് കൊടുക്കുകയാണെങ്കിൽ മാന്യമായിട്ടുള്ള കിറ്റ് കൊടുക്കണ്ടേ? ഒരു 250 ഉറുപ്പിൻ്റെ കിറ്റും കൊടുത്തിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പാർട്ടി കൊടുക്കുക അവിടെ പാവപ്പെട്ടവൻ്റെ വോട്ട് വാങ്ങാൻ 200-225 ഉറുപ്പിൻ്റെ കിറ്റ്, അതിൻ്റെ കൂടെ മറ്റേ സാധനവും ഇതും കൊടുത്തിട്ടാണ് വോട്ട് വാങ്ങാൻ. ഇതിനേക്കാൾ നാണം കെട്ട ഏർപ്പാട് വേറെ വല്ല പരിപാടിക്കും പോയിക്കൂടെ അവർക്ക്? ഗുരുതരമായ ആരോപണമാണ് UDF ഉന്നയിക്കുന്നത്. ഇതിൽ BJPക്ക് വേണ്ടിയാണ് കിറ്റ് തയ്യാറാക്കിയത് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ്. സ്വാഭാവികമായും BJPയുടെ ഭാഗത്തു നിന്നൊരു ഔദ്യോഗിക പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. അവർ പ്രതികരിക്കും. നാളെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്നത്. അതിൻ്റെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിനും ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇതിനകത്തുണ്ട്, തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ഇതിനകത്തുണ്ട്, സൂപ്പർ മാർക്കറ്റിന് അകത്തുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റിടങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ പരിശോധനയും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഉന്മേഷ്. ശരി സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.